ചെങ്ങനാശ്ശേരിയുടെ പ്രഥമ തദ്ദേശീയ മെത്രാനും ആരാധനാ സന്യാസിനി സമൂഹത്തിൻ്റെ സ്ഥാപകനുമായ ധന്യൻ മാർ തോമസ് കുര്യാളശ്ശേരിയുടെ ചരമശതാബ്ദി ആചരണം നടന്നു. ചെങ്ങനാശ്ശേരി സെന്റ് മേരീസ് മെത്രാപ്പൊലിത്തൻ പള്ളിയിൽ നടന്ന വിശുദ്ധ കുർബാനയിലും അനുസ്മരണ ശുശ്രൂഷകളിലും ശ്രാദ്ധസദ്യയിലും ആയിരക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. മാർ കുര്യാളശ്ശേരി സ്ഥാപിച്ച ആരാധന സന്യാസിനി സമൂഹത്തിലെ വിവിധ പ്രൊവിൻസുകളിൽ നിന്നായി നൂറുകണക്കിന് സന്യാസിനികളും പ്രാർത്ഥനാഞ്ജലികൾ അർപ്പിക്കാനെത്തിയിരുന്നു. ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലും ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടവും വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി വിശുദ്ധ കുർബാന അർപ്പിച്ച് ശ്രാദ്ധ നേർച്ചയുടെ ആശീർവാദം നിർവഹിച്ചു. ധന്യനായ പിതാവിനെ അനുസ്മരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമുക്ക് പിതാവിനോട് തീർച്ചയായിട്ടും നന്ദിയോടെ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ധന്യപദവിയിലിരിക്കുന്ന പിതാവിൻ്റെ വിശുദ്ധി ആദ്യപടിയിൽ തന്നെ കയറിയിരിക്കുകയാണ്. ഇനി വാഴ്ത്തപ്പെട്ടവനും വിശുദ്ധനുമായിട്ടൊക്കെ നാമകരണം ചെയ്യപ്പെടേണ്ടതുണ്ട്. അത് വാസ്തവത്തിൽ തീഷ്ണതയോടുകൂടിയുള്ള നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. സുപ്പീരിയർ ജനറൽ മദർ റോസ്ലി ജോസ് ഒഴികയിൽ സ്മരണിക ചീഫ് എഡിറ്റർ സിസ്റ്റർ ഡോക്ടർ തെരേസ് ആലഞ്ചേരി എന്നിവർ പ്രസംഗിച്ചു. കത്തീഡ്രൽ വികാരി ഫാദർ ജോസഫ് വാണിയപുരയ്ക്കൽ, നാമകരണത്തിനുള്ള വൈസ് പോസ്റ്റുലേറ്റർ സിസ്റ്റർ അനറ്റ് ചാലങ്ങാടി, ജനറൽ കൗൺസിലർ സിസ്റ്റർ എൽസ പൈകട, ചെങ്ങനാശ്ശേരി പ്രൊവിൻഷ്യൽ മദർ ലില്ലി റോസ്, സിസ്റ്റർ ഗ്രേസ് ഇല്ലമ്പള്ളി, ഫാദർ നിഖിൽ അറയ്ക്കത്തറ, ഫാദർ ജോസഫ് കുറശ്ശേരി, ഫാദർ ജേക്കബ് കളരിക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി.